കുട്ടികളെ ഇന്ന് നമ്മൾ എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പേജിലെത്തി നിൽക്കുക കേട്ടോ. അതായത് നമ്മൾ നോർമൽ രീതിയിൽ ഒരു ഡിവിഷൻ നടത്തുന്നത് എങ്ങനെ, അതായത് ഭാഗിക്കൽ നടത്തുന്നത് എങ്ങനെയെന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ പണ്ട് കാലം മുതലേ നമ്മൾ സാധാരണ രീതിയിൽ ഡിവിഷൻ ചെയ്ത് വന്നിരുന്ന ആ മെത്തേഡാണ് ഇനി പറയാൻ പോണത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. ഈ 15 meters ഓഫ് ക്ലോത്ത് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 persons. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് വുഡ് ഈച്ച് വൺ ഗെറ്റ്? 15 മീറ്റർ നീളമുള്ള ഒരു തുണി 4 പേർക്ക് തുല്യമായിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും കിട്ടുന്നത് എത്ര മീറ്റർ തുണിയായിരിക്കും എന്നാണ് ചോദ്യം. ഒന്ന് ചെയ്ത് നോക്കാമേ. ലെങ്ത് ഓഫ് ക്ലോത്ത് എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്. നമ്പർ ഓഫ് പേഴ്സൺ, എത്ര പേർക്കാണ് നമുക്ക് തുല്യമായിട്ട് വിധിക്കേണ്ടത്? ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. ഒരാൾക്ക് ലഭിക്കുന്ന തുണിയുടെ നീളം നമുക്ക് കണ്ടുപിടിക്കാൻ 15 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. ടീച്ചർ തൊട്ട് മുന്നത്തെ വീഡിയോ ചെയ്തപോലെ ഇങ്ങനെ ലൈൻ വരച്ചിട്ട് അതിനെ 4 കഷ്ണങ്ങളാക്കി മുറിച്ച് ഒക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ എളുപ്പം നമുക്ക് ടേബിൾ അറിയാമെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ 4ൻ്റെ ടേബിൾ 4 1s are 4, 4 2s are 8, 4 3s are 12, 4 4s are 16, 4 3s are 12. അപ്പം ഈ 4ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ കണ്ടോ 15നേക്കാളും കൂടി പോകരുത്, 15ൻ്റെ തൊട്ട് താഴെ വരുന്നതുകൊണ്ട് നമ്മൾ ടേബിൾ ചൊല്ലി നിർത്തുക. മനസ്സിലാവുന്നുണ്ടോ? 4 3s are 12. ഇനി നോക്കുക, ഡിവിഷൻ ചെയ്യാന്നൊരു ശ്രദ്ധിച്ചോളുക. ഈ മുകളിലുള്ള ഈ ന്യൂമറേറ്ററിലെ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു പെട്ടിക്കുള്ളിലാക്കണം. എന്ത് പെട്ടി? ഇതാ ഈ ഒരു ടൈപ്പിലൊരു പെട്ടി വരയ്ക്കുക. കണ്ടിങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ട 4നെ നമ്മൾ പുറത്തെഴുതി ഇറക്കി നിർത്തുക. ഇനി 4ൻ്റെ ടേബിൾ ചൊല്ലണം. എവിടെ വരെ? ബിലോ 15, 15ൽ താഴെ വരുന്നത് വരെ. അപ്പോൾ 4 3s are 12. ആ 4 ഇൻറ്റു എന്താ വന്നത്? 4 3s are 12. റിമൈൻഡർ എത്ര വന്നു? 5 - 2 3. ശ്രദ്ധിച്ചോളുക, ഇവിടെ വന്ന നമ്പറാണ് കോഷ്യൻ്റ് അഥവാ നമ്മുടെ ഹരണഫലം. ഇതെന്ന് പറയുന്നത് റിമൈൻഡർ, ഇതെന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? കോഷ്യൻറ്റിനെ നടുവിലെഴുതി, കോഷ്യൻ്റ് നടുവിൽ എഴുതണം. പിന്നെ എന്താ? റിമൈൻഡർ നമ്മൾ മുകളിൽ എഴുതണം, ഡിവൈസർ താഴെ എഴുതണം. ഇനിയിപ്പോൾ കറക്റ്റ് വേയിൽ എങ്ങനെ എഴുതും നോക്കിക്കോ. കോഷ്യൻ്റ് നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 3, റിമൈൻഡർ 3 ഡിവൈഡഡ് ബൈ 4. 3.25 മീറ്ററാണ് ഒരാൾക്ക് കിട്ടുന്ന തുണിയുടെ നീളം. ഓക്കെ, 3/4 meter. With the second question, if 250 rupees is equally shared by 8 persons, how much money would each one get? Write this in rupees and paisa. അതായത് 250 രൂപ 8 പേർക്ക് തുല്യമായിട്ട് നമ്മൾ ഭാഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര രൂപ വെച്ച് കിട്ടും? അത് നമ്മൾ രൂപയായിട്ടും പൈസയായിട്ടും പറയണം. ഓക്കെ, ആ കണക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഇതുകൊണ്ട് ഇതൊരു 1 രൂപ തൊട്ട് ടീച്ചറോട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. 1 രൂപ, ഇതിന് നമ്മൾ 1 rupee കോയിൻ എന്ന് പറഞ്ഞാൽ 1 രൂപ. 1 രൂപ എന്ന് പറഞ്ഞാൽ എത്ര പൈസയാണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ 2.50 പൈസ ചേരുന്നതാണല്ലോ. 50 പൈസ പ്ലസ് 50 പൈസ അല്ലേ? 2.50 പൈസകൾ ചേരുമ്പോഴാണ് 1 രൂപ ഉണ്ടാകുന്നത്. അപ്പോൾ അതായത് 100 പൈസ. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ 1 രൂപ എന്ന് പറഞ്ഞാൽ 100 പൈസയാണ്. ഇനി നോക്കുക, അങ്ങനെയാണെങ്കിൽ 2.25 പൈസ, 2.25 പൈസ ചേരുമ്പോൾ എന്തുണ്ടാവും? 2.25 പൈസ ചേരുമ്പോൾ 50 പൈസ ഉണ്ടാവും. അപ്പോൾ എത്ര 25 ചേർന്നാൽ 50? ഇവിടെ 2.25, ഇവിടെയും 2.25. അപ്പോൾ എത്ര 25 വേണം? മൊത്തം 4 ഈ 25 പൈസ, എഗെയിൻ ഒരു 25 പൈസ, എഗെയിൻ ഒരു 25 പൈസ, ഇവിടെ 25 പൈസ. അങ്ങനെ 4 25 പൈസകൾ ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഈ 1 രൂപ കോയിൻ കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ 4 25 ചേരുമ്പോൾ അപ്പം 1നെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്താൽ 25 പൈസ കിട്ടുന്നത്? അതായത് 1 100നെ എങ്ങനെ എഴുതാം? 100 ഡിവൈഡഡ് ബൈ 4. 100 4 ഈ 100 പൈസയെ 4 പീസാക്കുമ്പോൾ കിട്ടുന്ന 1 പീസാണ് 25 പൈസ. അപ്പോൾ 100 പൈസയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
25 കിട്ടും. 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 25 പൈസ എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ 1 റുപ്പി 1 രൂപയായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1/4 രൂപ എന്ന് പറയാം. 1/4 റുപ്പീസ്, 1/4 രൂപ. 1/4 രൂപയാണ് 25 പൈസ. ഇത് പഠിച്ചു, ഇത് മനസ്സിലാക്കിക്കോണേ. ഇതിൽ നിന്നാണ് ഈ പ്രോബ്ലം മുമ്പോട്ട് പോകുന്നത്. 250 250 റുപ്പീസ് ഷെയർഡ് ഈക്വലി എമംഗ് 8 പീപ്പിൾ കേട്ടോ. 250 രൂപ വീതിക്കുന്ന 8 പേർക്കായിട്ടാണ്. അപ്പം നമ്മൾ ഒരാൾക്ക് ലഭിക്കുന്ന തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈച്ച് വൺ ഗെറ്റ് 250 ഡിവൈഡഡ് ബൈ 8 ചെയ്യണം. അപ്പോൾ ഇത്രയും വലിയ നമ്പറാണ്. നമ്മളതിനെ എങ്ങനെ ഡിവിഷൻ ചെയ്യുന്നതെന്ന് നോക്കിക്കോ. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു? 250 ഇവിടെ എഴുതി. അതായത് ഡിവൈഡ് ചെയ്യേണ്ട ഈ ന്യൂമറേറ്ററിലെ ആളെ നമ്മൾ ഈ ഒരു പെട്ടിയുടെ ഉള്ളിലുള്ള ആക്കണം. 8 പുറത്ത് എഴുതുക. ഇനി 8ൻ്റെ ടേബിളിൽ നിങ്ങൾക്ക് 250 വരെ ചെയ്യാൻ അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്പറിൽ 2ൽ 8 ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലല്ലോ. 2 മിഠായി ഉള്ള ഒരാളോട് പോയി നമുക്ക് 8 മിഠായി കടം ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 25നെ ഒന്നിച്ചാക്കിയെടുത്തു. ഈ 25 മിഠായിക്കകത്തുനിന്ന് 8 മിഠായി നമുക്ക് എടുക്കാമല്ലോ. ഈ മിഠായി എന്ന് വെറുതെ പറഞ്ഞ കേട്ടോ. 25 രൂപയ്ക്കകത്തുനിന്ന് 8 രൂപ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് 8ൻ്റെ ടേബിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 8 1s are 8, 8 2s are 16, 8 3s are 24, 8 5s are 30, 40. സോറി, 8 4s are വിട്ടുപോയില്ല. 8 4 32, 8 5s are 40. അപ്പോൾ എന്തിനാണ് ചിത്രം എഴുതി വന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ വരെ മതിയല്ലേ. 25ൻ്റെ തൊട്ട് താഴെ വരുന്നവരെ നമ്മൾ ചൊല്ലിയാൽ മതിയാവും. 8 3s are 24. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 8 3 ആ 3 കിട്ടിയത് ഇവിടെ എഴുതുക. 8 3s are 24 എന്നിവിടെ എഴുതുന്നു. എന്നിട്ട് ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? മൈനസ് ചെയ്യണം. 25ൽ നിന്ന് 21 മൈനസ് ചെയ്താൽ 24 മൈനസ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. ദെൻ ഈ 0 ഇറക്കി താഴെ എഴുതുക. ഇനി 10നകത്ത് 8 ഉണ്ടോ? ഉണ്ട്, ഒരു പ്രാവശ്യം അല്ലേ. 1 8s are 8. റിമൈൻഡർ എത്ര വന്നു? 2. ഇനി കിട്ടിയതിനെ നമ്മൾ എങ്ങനെ എഴുതാനാണ് പറഞ്ഞ്? രൂപയായും പൈസയായും. അപ്പോൾ ഈ കിട്ടിയ കോഷ്യൻറ്റിനെ ആൻസർ ഹരണഫലത്തിന് നമ്മൾ 31 എന്ന് എഴുതി. ഇവിടെ എന്ത് വന്നു? 2/8 എന്ന് വന്നു. ഇത്രയും രൂപയാണ് ഒരാൾക്ക് കിട്ടുന്നത്. 2/8 എന്ന് വെച്ചാൽ എന്താ? 31. ഇത് 2ൻ്റെ ടേബിൾ ചൊല്ലി നമുക്ക് 2 8ഉം ആരുടെ ടേബിളിലുണ്ട്? 2ൻ്റെ ടേബിളിലുണ്ട്. 2 1s are 2, 2 4s are 8 എന്ന് വരും. 1/4 രൂപ. അപ്പോൾ 1/4 രൂപേനെ എത്ര പൈസയാണെന്ന് ടീച്ചർ മുമ്പേ പറഞ്ഞത്? 31 രൂപയും 25 പൈസയും. ഓക്കെ, 31 rupees 25 പൈസ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ബോക്സസ് ആർ റിക്വയർഡ് ടു പാക്ക് 100 eggs വിത്ത് 12 ഇൻ ഈച്ച് ബോക്സ്? 100 മുട്ടകളെ നമ്മൾ എന്ത് ചെയ്യണം? 12 മുട്ടകളാക്കി എത്ര ബോക്സിനകത്തേക്ക് നമുക്കതിനെ എടുക്കാൻ പറ്റുന്നു? ഒരു ബോക്സിനകത്ത് 12 എണ്ണം വെച്ച് ഈ 100 മുട്ടകളെ നമ്മൾ പാക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ബോക്സസ് ആർ റിക്വയർഡ്? നമുക്ക് എത്ര ബോക്സ് വേണ്ടി വരും എന്നാണ് ചോദ്യം. ഒന്നുകൂടെ പറയാം. ഒരു ബോക്സിനകത്ത് 12 മുട്ടകളാണ് എടുക്കേണ്ടത്. അടുത്ത ബോക്സിനകത്ത് 12, വീണ്ടും 12. അങ്ങനെ എത്ര 12 എണ്ണം വീതമുള്ള എത്ര ബോക്സ് വേണ്ടി വരും ഈ 100 മുട്ട പാക്ക് ചെയ്യാൻ? അപ്പം നമുക്കിവിടെ ആകെയുള്ള മുട്ടകളുടെ എണ്ണം എന്ന് പറയുന്നത് 100ആണ്. സംശയമൊന്നുമില്ലല്ലോ. ഇനി ഈ 100 എണ്ണത്തിൽ നമ്മൾ 12 മുട്ടകൾ വീതം ചെറിയ ചെറിയ ബോക്സിൽ നിങ്ങൾ കടയിലെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ചെറിയ ബോക്സിനകത്ത് ഇങ്ങനെ മുട്ടകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നുണ്ടില്ലേ? അതുപോലെ അങ്ങനെയുള്ള 12 എണ്ണം വീതമാണ് ഓരോന്നിനും എടുക്കേണ്ടത്. അപ്പോൾ ചെറിയ പെട്ടിയിലെ മുട്ടകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര പെട്ടി വേണ്ടി വരുമെന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? 100 ഡിവൈഡഡ് ബൈ 12. ഇനിയാണ് വലിയ പ്രശ്നം. 100നെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ചെയ്യണം? അപ്പം തന്നെ തുടങ്ങണത് എവിടെ നിന്ന് നമ്മൾ ആരംഭിക്കണം? 12ൻ്റെ ടേബിളിൽ നിന്ന് തന്നെ ആരംഭിക്കണം. 12ൻ്റെ ടേബിൾ എഴുതുക. 12 1s are 12, 12 2s are 24, 12 3s are 36, 12 4s are 48, 12
5s are 60, 12 6s are 72, 12 7s are 84, 12 8s are 96, 12 9s are 108. നമുക്ക് 100ന് മുകളിൽ പോകാൻ പാടില്ല, 100ൻ്റെ താഴെ വരെ. അപ്പം 5ാം ക്ലാസ്സിലെ കുട്ടികളെ നിങ്ങൾ എന്ത് ചിന്തിക്കണം, നമ്മൾ ഒരു 16ൻ്റെ വരെയെങ്കിലും ടേബിൾ ബൈ ഹാർട്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എളുപ്പം കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മൾ എഴുതി നോക്കി വരുമ്പോൾ നമ്മുടെ സമയം പോകും. എക്സാമിനൊക്കെ ടൈം പോകും. ഇതിങ്ങനെ എഴുതി കൂട്ടി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ 12ൻ്റെ ടേബിൾ 12 വെച്ച് ആഡ് ചെയ്ത് പോയാണ് ടീച്ചർ വേഗം എഴുതിയത്. അപ്പോൾ ആഡ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടേബിൾ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. അതിന് നമുക്ക് ഡിവിഷൻ്റെ ഭാഗം ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധാരണ പോലെ 100 എന്ന നമ്പറിനെ നമ്മളൊരു ബോക്സിനുള്ളിലാക്കി, ന്യൂമറേറ്ററിൻ്റെ നമ്പറിനെ ബോക്സിനുള്ളിലാക്കി 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി 12ൻ്റെ ടേബിൾ ചൊല്ലിയപ്പോൾ 100 10നകത്ത് 12 ഇല്ല. സോ 100 ഫുള്ളായിട്ട് എടുത്തു. 100നകത്ത് 12 എന്ന് പറയുന്നത് 8 പ്രാവശ്യം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ 12 8s are 96. സോ 10 0 - 6 പോസിബിൾ അല്ല. നമ്മൾ ഇവിടുന്ന് ഇവിടെ കടമെടുത്തത് 10ൽ നിന്ന് 6 കുറച്ചാൽ 4. സോ ആൻസർ എന്ത് വന്നു? 8 ഫുള്ളായിട്ടുള്ള 8 ബോക്സസ് വേണം. ബാക്കി വരുന്നത് 4/12. 4/12 എങ്ങനെയാണ് കട്ട് ചെയ്ത് ചെറുതാക്കുന്നതെന്നറിയോ? 4ഉം 12ഉം സെയിം ആയിട്ട് ആരുടെ ടേബിളിലുണ്ട്? 4ൻ്റെ ടേബിളിലുണ്ടല്ലോ. 4 1s are 4, 4 3s are 12. അതായത് 8 1/3 അങ്ങനെ വരും ആൻസർ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് എത്ര ബോക്സ് വരുമെന്ന് ചോദിച്ചാൽ എത്ര ആൻസർ എഴുതേണ്ടത്? 8 പെട്ടികളിലാണ് നമുക്ക് 100 മുട്ടകളെ അടുക്കി വയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 8 ബോക്സസ്. പിന്നെ നമുക്ക് റിമൈൻഡർ വന്നത് 4ആണ്. ആ 4 നമുക്ക് ഒരു ബോക്സിനകത്ത് ഫുള്ളായിട്ട് നിറയ്ക്കാൻ പറ്റില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം, കടക്കാരന് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി പൊരിച്ച് തന്നോട്ടെ അല്ലേ, 4. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് 8 ബോക്സസിനകത്ത് വയ്ക്കാൻ പറ്റും. അടുത്ത 4th ക്വസ്റ്റ്യൻ. ഇഫ് 50 liters ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 person, ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ് ഇൻ ലിറ്റേഴ്സ്? 15 ലിറ്റർ 4 ആൾക്കാർക്കായിട്ട് നമ്മൾ വീതിച്ച് കൊടുക്കുക പാല്. അപ്പോൾ ഒരാൾക്ക് എത്ര ലിറ്റർ കിട്ടുമെന്നാണ് ചോദ്യം. ഇതേപോലെ തന്നെ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നല്ലേ, കെറോസിൻ്റെ പ്രോബ്ലം. അത് പക്ഷേ നമ്മൾ വരച്ചൊക്കെ നോക്കിയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഡിവിഷൻ വഴി ചെയ്ത് നോക്കാം. വീതിക്കേണ്ട എത്ര ലിറ്റർ പാൽ ആകെ ഉണ്ടായിരുന്നു? 15 ലിറ്റർ പാലാണുള്ളത്. എത്ര ആൾക്കാർക്കായിട്ട് നമുക്ക് വീതിച്ച് കൊടുക്കേണ്ടത്? 4 പേർക്ക്. ഓരോരുത്തർക്ക് ലഭിക്കുന്ന പാലിൻ്റെ അളവ് ഈച്ച് വൺ ഗെറ്റ് എത്രയാണ്? 15 / 4. അത് നമ്മൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? 15നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്പർ ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ ടേബിൾ എഴുതേണ്ടത് നമുക്കറിയാമല്ലോ എല്ലാവർക്കും. 4ൻ്റെ ടേബിൾ ചൊല്ലുമ്പോൾ 4 3s are 12 വരും. അപ്പോൾ റിമൈൻഡർ 3. സോ ഓരോരുത്തർക്കും കിട്ടുന്ന ഇതാണ് കോഷ്യൻ്റ് ആൻസർ പൊസിഷൻ. അത് 3 ലിറ്റർ. റിമൈൻഡർ ഇവിടെ എഴുതി 3 3/4 ലിറ്റർ എന്ന് വരും. അതായത് 3.25 ലിറ്റർ കേട്ടോ. 3 3/4 ലിറ്റർ, 3.25 ലിറ്ററാണ് ഒരാൾക്ക് ലഭിക്കുന്ന പാലിൻ്റെ അളവ്. ശരിക്കും 4ാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് 5ാമത്തെ ക്വസ്റ്റ്യൻ. പക്ഷേ എന്താ വ്യത്യാസമുള്ളത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എമംഗ് ഹൗ മെനി പേഴ്സൺസ് ക്യാൻ 15 liters ഓഫ് മിൽക്ക് ബി ഷെയർഡ് ഇഫ് ഈച്ച് ടു ഗെറ്റ് 4 ലിറ്റർ? 15 ലിറ്റർ പാല് വീതിക്കണം. എങ്ങനെ? ഒരാൾക്ക് 4 ലിറ്റർ കിട്ടുന്നത് പോലെ വീതിക്കണം. എങ്കിൽ അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നേരെ തിരിഞ്ഞാൽ വന്നത്. ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? 15 ലിറ്റർ പാല് 4 പേർക്ക് വീതിച്ചാൽ ഒരാൾക്ക് എത്ര ലിറ്റർ കിട്ടും? അടുത്ത ചോദ്യം എമംഗ് ഹൗ മെനി പേഴ്സൺ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര പേർക്കെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ? 15 ലിറ്റർ പാല് നമ്മൾ ഷെയർ ചെയ്യണം. പക്ഷേ ഒരാൾക്ക് എത്ര വീതം കിട്ടണം? 4 ലിറ്റർ കൃത്യമായിട്ട് ആൾക്ക് കിട്ടിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? 4. അപ്പോൾ ഒന്നെങ്കിൽ തന്നെ നമുക്ക് ആലോചിക്കാം. ആദ്യത്തെ ആൾക്ക് 4 കൊടുത്തു, അടുത്ത ആൾക്ക് 4 കൊടുത്തു, വീണ്ടും അടുത്ത ആൾക്ക് 4 കൊടുത്തു. 4 4 8 4 12. ഇനി ഒരു 4 കൂടി കൊടുക്കാനില്ല.
അപ്പോൾ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? ഓരോ 4 ലിറ്റർ വെച്ച് നമുക്ക് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? 3 പേർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് നമുക്ക് എഴുതി ചെയ്യാം. ഒരാൾക്ക് 4 ലിറ്റർ കിട്ടുന്ന വിധം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 15 ലിറ്ററിനെ 4 ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ അതേപോലെ തന്നെ 15/4 ചെയ്യുമ്പോൾ നമുക്ക് 4 3s are 12 വരും. റിമൈൻഡർ 3 വരും. നമുക്കിവിടെ ആളുകളുടെ എണ്ണം ആയതുകൊണ്ട് നമുക്ക് ഈ റിമൈൻഡർ പോർഷൻ, അതായത് റിമൈൻഡർ പോർഷൻ എഴുതുന്നത് പൂർണ്ണമായിട്ട് 3 പേർക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് 3 ആയിരിക്കും കേട്ടോ. അവിടെ നമ്മൾ ഈ റിമൈൻഡർ പോർഷൻ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ.